അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന ഏകദേശം 800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു സൂപ്പർ വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. തൊട്ടടുത്തൊക്കെ നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ അതിൻ്റെ വില, ഇതിൻ്റെ കറക്റ്റ് സ്ഥലം എവിടെ, അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നുണ്ട്. ബസ് ഇറങ്ങിയിട്ട് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ള വഴി ദൂരമുള്ളൂ. ഏകദേശം മെയിൻ റോഡ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരും. ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ചുറ്റുഭാഗത്ത് പോലുള്ള കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. മുറ്റതുപോലെ ചിപ്സ് മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളത്തിനായിട്ട് ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു സാധാരണ കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. നാടൻ കിണറുണ്ട്. അപ്പോൾ 2 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 2 ബെഡ്റൂം, സിറ്റ് ഔട്ട്, വലിയ ഹാള്, കിച്ചൺ, സ്റ്റോർ റൂം, ഒരു കോമൺ ബാത്റൂം, ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം സൗകര്യമുണ്ട്, നല്ല സൗകര്യമുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് 2x2 സൈസിലുള്ള സെറാമിക് ടൈലാണ്. ഉണ്ടോ സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. പുറത്തേക്കൊക്കെ നല്ല കാഴ്ച കിട്ടുന്ന രീതിയിലാണ്. ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല വൃത്തിയുള്ള നല്ലൊരു സൂപ്പർ വീട്. ഇനി ഒരു പ്രോപ്പർട്ടി ആരെങ്കിലും വാങ്ങിച്ചിട്ട് മാസം വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം പ്രതീക്ഷിക്കാം. കാരണം അങ്ങാടി അടുത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വാടക കിട്ടുന്നൊരു ഏരിയയാണ്. ഇതാണ് മെയിൻ ഡോർ വരുന്നത്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. അത്യാവശ്യം റൂമുകളൊക്കെ ആവറേജ് സൈസ് വരുന്നുണ്ട്. നേരെ ഫ്രണ്ടിൽ നല്ലൊരു ഷോക്കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിറ്റിംഗ് ഏരിയ, കർട്ടൻസൊക്കെ സീബ്ര ലൈൻ കർട്ടൻസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇതുപോലുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കോട്ട് പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെയിൻ്റ് അടിച്ചിട്ട് ഒരുപാടായിന്, പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയുള്ള വീടായി. അതുപോലെ തന്നെ അടിഭാഗമൊക്കെ നല്ല പ്ലെയിൻ കളറിൽ ഓഫ് വൈറ്റ് കളറിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് കോമൺ ബാത്റൂം, ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. സാധാരണ നോർമൽ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് മോളിക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ബെഡ്റൂമൊക്കെ മോൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. 1-2 റൂമുകളൊക്കെ മോൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതിനുള്ള സ്ട്രെങ്ത് ഒക്കെ തിറക്കുന്നുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഷോക്കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. റൂമുകളൊക്കെ 10x10 സൈസിൽ വരുന്ന ആവറേജ് സൈസുള്ള ബെഡ്റൂമുകളാണ്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഷോക്കേസ്, അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമര് മുഴുവനായിട്ട് ഉള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് മറ്റൊരു ബെഡ്റൂം. ബെഡ്റൂമുകൾ 2ഉം ഒരേ സൈസിലാണ് ഏകദേശം വരുന്നത്. ഇവിടെ ചുമരിൽ ഇതുപോലുള്ള റാക്ക്, അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 2 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഇനി വീട്ടിലെ കിച്ചൺ, ഹാളിൽ തന്നെയാണ് 2 ബെഡ്റൂമിലേക്ക് കിച്ചണിക്കൊക്കെ എൻട്രൻസ് വരുന്നത്. കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെയൊക്കെ നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് ഉണ്ട്. മുകൾ ഭാഗമൊക്കെ ഇവിടെയൊക്കെ കബോർഡ് വർക്കുകളുണ്ട്. സ്റ്റോറേജ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സിങ്ക് ഉണ്ട്. ചുമരിൽ ചെറിയ ഭാഗം, ഈ 2 ഇതിൻ്റെ കബോർഡിൻ്റെ അടിയിലായിട്ട് ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. കിച്ചണോട് ചാരിയിട്ട് ഇവിടെ ചെറിയ രീതിയിൽ തറയുണ്ട്. നമ്മൾക്കിവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ വർക്ക് ഏരിയ വേണമെങ്കിൽ ഇവിടെ വർക്ക് ഏരിയ ഉണ്ടാക്കാം. ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം. പിൻഭാഗത്തൊക്കെ ഇവിടെയൊക്കെ കവുങ്ങ് വാഴൊക്കെ തോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ ആയിട്ട് ഇവിടെ ഒരു വരിത്തോടുണ്ട്. ഇനി വീടിൻ്റെ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ വീട്ടിലെ കിണർ. നല്ല ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ. വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ്. ചെറിയ ആഴയുള്ളൂ. അടിഭാഗത്തൊക്കെ റിങ് ഇറക്കിയിട്ടുണ്ട്. 4 സെന്റ് സ്ഥലത്ത് ഏകദേശം 800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള സുന്ദരമായിട്ടുള്ള നല്ലൊരു വീട്. വഴി സൗകര്യമുണ്ട്, വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട്,
മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന് ഏകദേശം 150 മീറ്റർ ദൂരപരിധി മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം. നമുക്ക് നടന്നിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത വീട്, ആ വീട് കഴിഞ്ഞിട്ടാണ് മെയിൻ റൂട്ട് വരുന്നത്, മെയിൻ സംസ്ഥാന പാത വരുന്നത്. അപ്പൊ നടന്നൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇനി വണ്ടി മാർഗം വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 150 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. മഞ്ചേരി ചോലക്കൽ എന്ന് പറയുന്ന സ്ഥലം, ചോലക്കൽ മഞ്ചേരി ടൗണിൽ നിന്ന് മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടിലെ പയ്യനാട് കഴിഞ്ഞിട്ട് ചോലക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ അങ്ങാടി അടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. 4 സെന്റ് സ്ഥലമുണ്ട്, ചുറ്റും നിരവധി വീടുകളുണ്ട്. സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ്. വെള്ളം പറ്റാത്ത നല്ല കിണറുണ്ട്, വൃത്തിയുള്ള നല്ലൊരു വീടുണ്ട്. ഉദ്ദേശിക്കുന്ന വില 25 ലക്ഷം രൂപയാണ്, 25 lakh rupees. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.